പ്രശാന്ത്, ഈ നമ്മുടെ രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നുള്ള സേന കടന്നു കയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. അതീവ സുരക്ഷയിൽ രാജ്യം നിൽക്കുകയാണ്, ജാഗ്രതയോടുകൂടി. ഈ അവസരത്തിലാണ്, അതും എടുത്തു പറയേണ്ട കാര്യം, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നാണ് ഒരു സേന കടന്നു കയറിയിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതല്ലേ? പിന്നെ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. കാരണം മോദി ഇസ്ലാം വിരുദ്ധനാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു സേന ഇന്ത്യയിൽ കടന്നു കയറുക എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണ്. പക്ഷേ വിചാരിക്കുന്ന പോലല്ല. ഇസ്ലാമിക രാജ്യവുമായിട്ട് ഇന്തോനേഷ്യൻ രാജ്യത്തിൻ്റെ സേന നമ്മുടെ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുകയാണ്. അതാണ് കാര്യം. അതായത് അവരുമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിനകത്തും മറ്റെല്ലാ ബന്ധത്തിനകത്തും വളരെ ആഴത്തിലേക്ക് ഇന്ത്യ ഇടപെടുന്നു എന്നുള്ളതിന് തെളിവായിട്ട് വേണം ഇതിനെ നമ്മൾ കാണാൻ. അതായത് അദ്ദേഹം വന്നിട്ടുണ്ട്, ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചു. ഇന്ന് ഇന്തോനേഷ്യൻ സൈന്യം നമ്മുടെ 75ാം വാർഷികത്തിൽ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭാഗമായി പരേഡ് നടത്തുന്ന ഒരവസ്ഥയുണ്ട്. ഒന്നാം റിപ്പബ്ലിക്കൻ പരേഡിലും ഇന്തോനേഷ്യൻ അല്ലെങ്കിൽ അന്നത്തെ പ്രസിഡന്റ് ഇവിടെ പങ്കെടുത്തതായിട്ടുണ്ട്. അതായത് ഈ രാജ്യം 2018 മോദി സന്ദർശിച്ചിരുന്നു. അപ്പം അതിനുശേഷം ആ രാജ്യവുമായിട്ടുള്ള ബന്ധം ദീർഘമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വളരെ വലിയൊരു രാജ്യമാണ്. അപ്പം നമ്മൾ ആ രാജ്യവുമായിട്ടുള്ള വ്യാപാര ബന്ധവും അല്ലെങ്കിൽ പ്രതിരോധ ബന്ധങ്ങളുമൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ മാത്രമേ അതിന് 30 ബില്യൺ ഈ രാജ്യമായിട്ടുള്ള കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി സംവിധാനങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പല മേഖലയിലും ഈ രാജ്യവുമായിട്ട് ഇന്ത്യ മഹാരാജ്യം അത്തരത്തിൽ കരാറുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട സമുദ്രപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായിട്ട് വരുന്നതാണ് ഇന്തോനേഷ്യ. അപ്പോൾ അവിടെ ഈ ചൈനയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വ്യാപാരം അല്ലെങ്കിൽ അവരുടെ കപ്പൽ സംവിധാനങ്ങൾ അതെല്ലാം വളരെ കൂടുതലായിട്ട് ആ മേഖലയിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ സ്വാധീനം, ചൈനയായിട്ട് ബന്ധമുള്ള രാജ്യമാണ്. ചൈനയുടെ സ്വാധീനം ആ രാജ്യത്ത് കൂടുതലായിട്ട് കടന്നു കയറുന്നതായിട്ട് ആ രാജ്യത്തിനും ഒരു ഇതുണ്ട്. പക്ഷേ ചൈനയായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ ചൈനയെ അങ്ങനെ കയറി എതിർക്കാൻ പ്രാപ്തമായിട്ടുള്ള രാജ്യമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി ഇന്തോനേഷ്യ തയ്യാറാവുന്നത്. ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ നമ്മൾക്ക് നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വ്യാപാര പാതകൾ ഒരുക്കുന്നതിനുമൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള സാധ്യത നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ രാജ്യത്തിൻ്റെ സഹായം നമുക്ക് വേണ്ടി വരും. അപ്പം ഈ നമ്മളുടെ രാജ്യത്തിന് ചുറ്റുമുള്ള ഈ പറയുന്ന നമ്മുടെ അതിർത്തി രാജ്യങ്ങളിൽ ചൈനയുടെ കടന്നുകയറ്റം, ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനകത്ത് പിന്നെ ചൈനയുടെ സ്വാധീനമുണ്ട്. പാകിസ്ഥാനകത്ത് അവർ ഈ പാകിസ്ഥാൻ വിട്ടു കൊടുത്താലും ചൈനയ്ക്ക് കടം തീരത്തോണം, അല്ലെങ്കിൽ അവിടെ കയറി ചൈന നിൽക്കുന്നുണ്ട്. ബാക്കി ഈ പറയുന്ന മാലദ്വീപ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ശ്രീലങ്ക അറിയാമല്ലോ. ഈ രാജ്യങ്ങളിലെല്ലാം കടന്നു കയറി അല്ലെങ്കിൽ പല മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിലും അല്ല പല എയർപോർട്ട് പണിയുന്നതിനും തുറമുഖം പണിയുന്നതിനും ഒക്കെ അങ്ങോട്ട് കാശ് വേണമെന്ന് ചോദിച്ചു കൊടുത്ത് രാജ്യങ്ങളെ സ്വാധീനിച്ച് ഈ രാജ്യങ്ങളെയൊക്കെ സ്വാധീനിച്ച് ആ രാജ്യങ്ങളിൽ ചൈനയുടെ ഭാഗമാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കെതിരെയുള്ളൊരു നീക്കം, ഈ ചൈനയുടെ ഒരു സ്വഭാവം. അപ്പം നമ്മൾ ഇതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ വിയറ്റ്നാം, ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. ഏതായാലും ഇപ്പം ഈ ഒരു ബന്ധം, ഇതിനു മുമ്പ് നമ്മൾ ഫ്രാൻസിൽ പോയി നമ്മുടെ സൈന്യം ഇതുപോലെ ഒരു പരേഡ് നടത്തിയായിട്ട് അത് എനിക്കൊന്ന് 2018 അല്ലേ, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി എന്നോട് വിശിഷ്ടാതിയാണ്. അപ്പോൾ അതിനുശേഷം ആണല്ലോ ഫ്രാൻസുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ദൃഢമാകുന്നത്. അതിനുശേഷമല്ലേ ഈ വിമാനത്തിൽ മറ്റേ റാഫേൽ വിമാനം അല്ലേ, ഫ്രാൻസുമായുള്ള ബന്ധം, റാഫേൽ ഇടപാട് നടത്തി. പിന്നെ ക്രിട്ടിക്കൽ ടെക്നോളജി ഫ്രാൻസ് നമുക്ക് കൈമാറി. അപ്പോൾ ഈ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയെ വേണമെങ്കിൽ അമേരിക്കൻ തീരുമാനങ്ങൾ അതേപടി അനുസരിക്കാത്ത ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഈ നമ്മുടെ യുക്രൈൻ മറ്റേ വാർ വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏതാണ്ട് ബൈഡൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ കയറിയിടും. അപ്പം സൈനികമായിട്ടൊക്കെ ശകലം ബാക്കിയുള്ള ഈ പറയുന്ന ഈ വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെക്കാട്ടി ശക്തമാണ്. അമേരിക്കയുടെ സാന്നിധ്യമില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നാലും ഫൈറ്റ് ചെയ്യാനൊക്കെയുള്ള സൈനിക സംവിധാനമൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു രാജ്യം ഫ്രാൻസുമായിട്ട് ഉള്ള ബന്ധം നമുക്ക് വളരെ കൂടുതൽ. അപ്പം ഇതുപോലെ തന്നെ ഫ്രാൻസിൽ നമ്മൾ പോയി
ഒരു പ്രവണത, അതായത് പ്രതിരോധ സംവിധാനം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയും ഈ പറയുന്ന ഇന്തോനേഷ്യയുമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഊട്ടിയുറപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട ആയുധങ്ങൾ ഒരു പക്ഷേ അവരുടെ സൈന്യത്തിന് പോലും രഹസ്യമായിട്ട് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പും ധാരണകളും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പല വ്യാപാര കരാറുകളും കൂടുതലായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഈ രാജ്യത്തിന് നമ്മുടെ ഹിന്ദു നമ്മളുമായിട്ട് നേരത്തെ തന്നെ വലിയ ബന്ധമുള്ള രാജ്യം. കാരണം ഈ ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്തോനേഷ്യ. ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായിരുന്നെങ്കിൽ പോലും അവിടെ ബുദ്ധന്മാരുടെ ഹിന്ദുക്കളും വളരെ കൂടുതലായിട്ടുള്ള രാജ്യം. ഇപ്പോഴും ബുദ്ധന്മാരും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം തൊട്ടേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമല്ല, ഇന്ത്യ മഹാരാജ്യം ആകുന്നതിന് മുമ്പ് തന്നെ വളരെ രീതിയിലുള്ള ബന്ധങ്ങളും പരസ്പരം വ്യാപാരങ്ങളും പരസ്പരം പല കൈമാറ്റങ്ങളും ഒക്കെ ഉള്ള രാജ്യം. അപ്പം ആ ഒരു ബന്ധം വീണ്ടും ഈ പറയുന്ന നരേന്ദ്രമോദി വന്നതിന് ശേഷം ഊട്ടിയുറപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനകത്ത് ആ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഈ ചൈനയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ആ ചൈനയുടെ സ്വാധീനം അവർക്ക് അല്ലെങ്കിൽ ഒരു ഭയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു രാജ്യത്തിനകത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്തോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിനകത്തോ ഒന്നും നമ്മൾ കടന്നു കയറാറില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന ഏതൊരു രാജ്യത്തെയും നോട്ടമിടുന്നതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ അവരുടെ ഭാഗമാക്കാൻ വേണ്ടിയാണ് നോട്ടമിടുന്നത്. അപ്പം നമ്മളങ്ങ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് എത്ര രാജ്യങ്ങൾ നമ്മുടെ ഭാഗമായതിന്. ഈ ബലൂചിസ്ഥാൻ അന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഞങ്ങൾ തേരാൻ. അന്ന് ഈ നെഹ്റു എന്ന് പറഞ്ഞ മഹാമനുഷ്യനുണ്ടല്ലോ, പുള്ളി പുറംതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാനെ അന്ന് പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയത്. അന്നോട്ട് ബലൂചിസ്ഥാനികളും പാകിസ്ഥാനികളും തമ്മിൽ ഫൈറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഖനനം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഈ ഉക്കുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ള പ്രദേശമാണല്ലോ ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാൻ പാകിസ്ഥാനതുകൊണ്ട് അന്നോട്ടെ ഫൈറ്റ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ തീവ്രവാദികളാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മരിച്ചാലും വേണ്ടില്ല, ആ രാജ്യത്തിന് അവർക്ക് സ്വാതന്ത്ര്യം വേണം, മരണം അതിന് ഭരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പാകിസ്ഥാനിലുടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കടന്നു കയറി അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീകര ഗ്രൂപ്പായിട്ട് ബലൂചിസ്ഥാൻ മാറിയിട്ടുണ്ട്. അല്ല, ബലൂചിസ്ഥാൻ മോചനത്തിന് വേണ്ടി അവരൊരു സൈന്യം ഉണ്ടാക്കുകയും ആ സൈന്യത്തിനകത്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ ചാവേർ തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഒരു പദ്ധതി പ്രദേശത്ത് കാറുകളെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വളരെ വലിയൊരു സ്ഫോടനം ഉണ്ടായത് നമ്മൾ വാർത്ത വന്നതല്ലേ. അപ്പം ഇപ്പം ഞാനീ പറഞ്ഞത്, അപ്പം ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ നമ്മൾ ഒരു രാജ്യമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രീലങ്കയെ സഹായിക്കുന്നുണ്ട്. ശ്രീലങ്ക നമ്മുടെ ഭാഗമായിട്ട് നിൽക്കാനല്ല, ആ രാജ്യം അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്നതിന് വേണ്ടി വേണ്ട ആവശ്യം വരെ വേണ്ട സഹായങ്ങൾ. ഈ മാലദ്വീപിനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മളെ രാജ്യത്തെ സഹായിക്കും, പക്ഷേ രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള മാനസികസ്ഥയിൽ. പക്ഷേ ചൈനയുടെ രീതി അങ്ങനെയല്ല. ഇന്ത്യയൊക്കെ ഇന്ത്യ പിടിക്കും, അല്ലെങ്കിൽ സമീപ രാജ്യങ്ങളെയൊക്കെ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ കടന്നു കയറാനും വേണ്ടിയുള്ള. അപ്പോൾ ആ ഒരു ഭയം ഒരുപക്ഷെ ഇന്തോനേഷ്യയ്ക്ക് ഉള്ളത് കൊണ്ടാവാം ഇന്തോനേഷ്യ കൂടുതൽ നയതന്ത്ര ബന്ധം ഇന്ത്യയുമായിട്ട് എടുക്കുന്നതിന് തയ്യാറാവുകയും അത് പരസ്യമായ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും ഇത്തരത്തിൽ ഒരു ഇന്ത്യയുടെ 75ാം അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേയ്ക്ക് അവരുടെ സൈന്യം പോലും ഇന്ത്യയുടെ ഭാഗമാകാൻ തീരുമാനിക്കുമ്പോൾ അതിന് ലോകം നിരീക്ഷിക്കുന്ന ഒരർത്ഥമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും അല്ലെങ്കിൽ ഇന്തോനേഷ്യയും പ്രതിരോധ സംവിധാനത്തിലും വ്യാപാര കരാറുകളും എല്ലാ രീതിയിലുള്ള ഒരു കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതിനും ഏതെങ്കിലും ഒരവസരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഇന്തോനേഷ്യയ്ക്ക് വന്നാൽ ഇന്ത്യ സജീവമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി തയ്യാറാകുമെന്നുള്ളതും, അതുപോലെ തന്നെ അവർ വളരെ കൂടുതലായിട്ട് സമുദ്രവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് പല രീതിയിലുള്ള ഈ അല്ലെങ്കിൽ കപ്പൽ പാതകളും അല്ലെങ്കിൽ നമുക്ക് വ്യാപാര പാതകളും ഒക്കെ ആ പ്രദേശത്ത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നതിന് വേണ്ടി ഈ രാജ്യം നമുക്ക് സഹായമാകും. മറ്റ് രാജ്യങ്ങളെ ഈ പറയുന്ന വിയറ്റ്നാം പോലെയും ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ രാജ്യം വളരെ വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് കൂടുതൽ വലിയ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രധാനമന്ത്രി എടുക്കുന്നതിനോടൊപ്പം തന്നെ അതേ വലിപ്പത്തിലും അത്രയ്ക്ക് താല്പര്യത്തോടും കൂടി ഇന്തോനേഷ്യയും ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞതുപോലെ കുഴപ്പത്തിന് വേണ്ടിയല്ല, വലിയൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ കുറേ ആളുകൾ പറയുമല്ലോ, നരേന്ദ്രമോദി വർഗീയവാദിയാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ്, മുസ്ലിം വിരുദ്ധനാണ്, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതും ഏറ്റവും
ഇസ്ലാമിക രാജ്യങ്ങൾ പരമോന്നത അല്ലെങ്കിൽ അവരുടെ ഈ ഓരോ രാജ്യത്തിൻ്റെയും പരമോന്നത വിശിഷ്ട മെഡലുകളും മറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഏത് രാജ്യത്ത് ചെന്നാലും ഈജിപ്തിൽ ചെന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി പുള്ളി. എനിക്ക് തോന്നുന്നു ഇതിലൂടെ ഇനി കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ത്യയോട് യുഎയുമായിട്ട് നല്ല അടുപ്പമല്ലേ, ഇറാനുമായിട്ട് നമ്മൾ നല്ല അടുപ്പമല്ലേ, ഖത്തറുമായിട്ട് നമ്മൾ കുവൈറ്റ്, ഏത് രാജ്യമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്ത് മൊത്തവും ഈ 2014 മോദി വന്നതിന് ശേഷം ദൃഢമായ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിച്ച ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ഇത്രയും കാലത്തിനകത്ത് പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു നേതാവ് ഈ നരേന്ദ്രമോദിക്ക് അപ്പുറം ഇല്ല. കാരണം ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അതേ രീതിയിലാണ്. ഒരു ഘട്ടത്തിൽ ഈ സൗദി ചെന്നപ്പോൾ അവിടുത്തെ പ്രോട്ടോകോൾ ലംഘിച്ചാൽ സൗദി രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചത്. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു തീരുമാനമാണ്. നയതന്ത്ര ബന്ധത്തിൽ കണ്ണുതട്ട് അല്ലെങ്കിൽ കണ്ണ് തള്ളിയാണ് ഇപ്പോൾ ചൈന നിൽക്കുന്നത്. അത് പല ഘട്ടങ്ങളിൽ അവരുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ നയതന്ത്രം ഒരിക്കലും മനസ്സിലാവുന്നില്ല. ശത്രുവും മിത്രവുമായിട്ടുള്ള രാജ്യവും ഇന്ത്യയുടെ സൗഹൃദത്തിലാണ്. അത്തരത്തിലുള്ള നയതന്ത്രമാണ്. അതിൻ്റെ ഒരു പുതിയ കാൽവയ്പ്പാണ് ലോകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.